ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ തക്കാളി, ഉള്ളി, പച്ചമുളക് ഈ സാധനം കട്ട് ചെയ്തെടുക്കുക. ഞാൻ നേരത്തെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കറിയാക്കി എടുക്കാം. അപ്പോൾ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനെല്ലാം കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് കുട്ടപ്പനാക്കി 2 ഉമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മളെ ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചട്ടി ചൂടായി അതിലത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക, നല്ല കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിലേക്ക്. ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ ഉള്ളിയും പച്ചമുളകിൻ്റെ എല്ലാം ഒരു പച്ചമണം മാറുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്താ വെച്ചാൽ തക്കാളിയും കൂടി ഇട്ടിട്ട് ശേഷം മഞ്ഞപ്പൊടിയും പിന്നെ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയെല്ലാം നേരത്തെ വറുത്ത് വെക്കണം കേട്ടോ, കാരണം അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കറിക്ക്. ശേഷം കറിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് വെള്ളം മതിയും, കുറച്ച് വെള്ളം അഥവാ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒഴിച്ച് കൊടുക്കുക. ശേഷം നല്ല പാല് നമ്മളെ കറി തിളച്ച് വരുമ്പോൾ വേണം അതിലേക്ക് നമ്മളെ ചിക്കൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ കുറച്ച് ചിക്കൻ മാത്രമേ, ഒരു 1/2 kg ചിക്കൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ആ ചിക്കൻ അതിലേക്ക് മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വേവിക്കാം. അങ്ങനെ നമ്മളൊരു സാധാരണ നോർമൽ ചിക്കൻ കറിയുടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് മുളക് പൊടി കുറവാണ്, അത് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.